എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിൽ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ മൺചട്ടിയിലാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് റോസ്റ്റ് ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി എല്ലോട് കൂടി ഉള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത മുളക് പൊടി എടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി മുളക് പൊടിയെക്കാട്ടിലും കുറവ് മതി, 1 ടീസ്പൂൺ. ഇനി നമ്മളിതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് മൊത്തത്തിൽ 2 ടീസ്പൂൺ വേണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ചിക്കൻ പീസ് ചിലപ്പോൾ ഒന്ന് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ കഷ്ണങ്ങൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂണൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ 1 മണിക്കൂർ എങ്കിലും വെച്ചാലാണ് നല്ലതായിട്ടിത് കോട്ടായി കിട്ടുക. ഞാനിവിടെ 1 മണിക്കൂറിന് മേലെ ഇത് നന്നായിട്ട് പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെയോ മറ്റ് പാത്രങ്ങളും എടുക്കാവുന്നതാണ്. അപ്പം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞതാണ്. പൊടിയായിട്ട് അരിയുമ്പോഴാണ് ഈ ഒരു റോസ്റ്റിന് നമുക്കത് ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് ചതച്ചിടണമെങ്കിൽ അങ്ങനെയും ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താലും മതിയാകും. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിൽ ഇനി എക്സ്ട്രാ ആയിട്ട് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബാക്കിയെല്ലാം ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മൊത്തത്തിൽ നമ്മൾ 1 സവാളയാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതി ഇപ്പോൾ ചേർക്കാം, ബാക്കി നമ്മൾ പിന്നീട് ചേർക്കുന്നതാണ്. ആ ഒരു പകുതി സവാള ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ഒരു പ്രധാന ഘടകമാണ്. കറിവേപ്പില ആവശ്യം പോലെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റിന്. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടങ്ങ് ബ്രൗൺ നിറമാകുന്ന വരെ വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാലും മതിയാകും. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതീയിലിട്ടത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ചിലപ്പം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു ചിക്കൻ വേവിക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചിക്കൻ വെന്തിട്ടില്ല, നമ്മൾ നന്നായിട്ട് ഇളക്കി വേണം ഇത് വരട്ടിയെടുക്കാനായിട്ട്. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ചിക്കൻ്റെ വെള്ളത്തിൽ ആണ് ഈ ഒരു റോസ്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറും. വെള്ളം ചേർക്കാതെ ചെയ്യുന്ന ഒരു ചിക്കൻ റോസ്റ്റാണിത്. അപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നെയ്യുള്ളൊരു ചിക്കനാണ്, അപ്പം കുറച്ച് നെയ്യും ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മളിത് ഒരു പരണ്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്.
നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിത് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചതാണ്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പച്ച പെരിഞ്ചീരകമാണ്, മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഏറ്റവും അവസാനം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ചിക്കൻ റോസ്റ്റിന്. ഇനി നമ്മൾ തീ കുറച്ച് കൂട്ടിയിട്ടതിന് ശേഷം ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും, അതുപോലെ നമ്മൾ ഇതിൽ മൊത്തത്തിൽ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും നമ്മൾ പകുതി ആദ്യം ചേർത്തു, ബാക്കി നമുക്ക് ഇപ്പോൾ ചേർക്കാം. അപ്പോൾ ആ സവാളയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ്, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പെരിഞ്ചീരവും കുരുമുളകും ഒക്കെ പച്ചയ്ക്ക് ലാസ്റ്റ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ്. അതുപോലെ കറിവേപ്പില നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കുക. ഇതിരിക്കുന്തോറും ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് കൂടും. നമ്മൾ ഒരുപാട് ഉള്ളിയോ ഒരുപാട് മസാലകളോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്, പക്ഷേ നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. ഒരുപാട് ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ തീരും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തതിനോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്